തൃശൂരിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എങ്ങനെ ജയിച്ചു? യു.ഡി.എഫ് വോട്ടുകൾ മറഞ്ഞെന്ന് എൽ.ഡി.എഫും അതല്ല സി.പി.എമ്മും ബി.ജെ.പിയുമായി തൃശൂരിൽ അന്തർധാര സജീവമായിരുന്നുവെന്ന് കോൺഗ്രസും ആരോപിക്കും. എത്രയോ കാലങ്ങളായി തുടങ്ങിയതാണ് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ. അതെന്തായാലും കേരളത്തിൽ ബി.ജെ.പി. സ്വാധീന ശക്തിയായി വളർന്നിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം കൊണ്ടുവരാനും ബി.ജെ.പിക്ക് കഴിഞ്ഞു. ലോക്സഭയിലേക്ക് ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനും ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസ് വോട്ടുകളാണ് ബി.ജെ.പിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് സി.പി.എം സ്വയം സമാധാനിക്കാറുണ്ട്. എന്നാൽ സി.പി.എമ്മും ആശങ്കപ്പെടണമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി.പി.എം ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വൻതോതിൽ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് എത്തിയെന്ന് വിലയിരുത്തൽ. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റിയിലും കോർ കമ്മിറ്റിയിലുമാണ് നിർണായകമായ ഈ വിലയിരുത്തലുണ്ടായത്. കണ്ണൂരിലെ സി.പി.എം ശക്തി കേന്ദ്രങ്ങളായ പയ്യന്നൂർ, കല്യാശ്ശേരി, ധർമ്മടം, തലശ്ശേരി എന്നിവിടങ്ങളിൽ വൻതോതിൽ സി.പി.എം വോട്ടുകൾ ബി.ജെ.പിക്ക് അനുകൂലമായി വന്നെന്നും വിലയിരുത്തലുണ്ടായി. ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളെന്ന് കരുതിയ ജില്ലകളിൽ പാർട്ടി വോട്ടുകൾ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ കഴിയാതിരുന്നതെന്നും വിലയിരുത്തലുണ്ടായി. തിരുവനന്തപുരം മണ്ഡലത്തിൽ ശക്തമായ മത്സരമാണ് നടന്നത്. ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വലിയ മുന്നേറ്റം നടത്തി. എന്നാൽ ഈ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയാതെ പോയതിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനവും ഉണ്ടായി. തിരുവനന്തപുരത്ത് മാത്രമല്ല, മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങലിലും ശക്തമായ മത്സരം ബി.ജെ.പിക്ക് കാഴ്ചവെക്കാനായി. ഈ രണ്ട് മണ്ഡലങ്ങളിലും അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വിജയിക്കാൻ കഴിഞ്ഞേനെ എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. എറണാകുളം മണ്ഡലത്തിലെ നേതൃത്വത്തിനെതിരെ വിമർശനമുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 തവണ വരികയും റോഡ് ഷോകൾ നടത്തുകയും ചെയ്തു. എന്നിട്ടും എറണാകുളത്ത് പ്രകടനം മെച്ചപ്പെടുത്താൻ സാധിച്ചില്ലെന്ന വിമർശനവും ഉയർന്നു. കോഴിക്കോട്, ഇടുക്കി, എറണാകുളം, തിരുവനന്തപുരം ജില്ലയിലെ പ്രകടനം മോശമായിരുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ ആലപ്പുഴയിൽ മുന്നേറ്റമുണ്ടായി. ആലപ്പുഴ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനാണ് മത്സരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ പ്രകടനം പാർട്ടിക്ക് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. 35,000 മുതൽ 75,000 വരെ വോട്ടുകൾ ലഭിച്ച 60 നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. 3-ാം സ്ഥാനത്തായെങ്കിലും രണ്ടാമതെത്തിയവരുമായി 5,000-ൽ താഴെ വോട്ട് മാത്രം വ്യത്യാസമുള്ള ഒട്ടേറെ മണ്ഡലങ്ങളുണ്ട്. നന്നായി പരിശ്രമിച്ചാൽ ഈ മണ്ഡലങ്ങളിലും ജയസാധ്യതയുണ്ട്. ക്രൈസ്തവ വിശ്വാസികളുടെയും പട്ടിക പിന്നോക്ക വിഭാഗങ്ങളുടെയും മികച്ച പിന്തുണ നേടാനായെന്നും പാർട്ടി വിലയിരുത്തി. തിരുവനന്തപുരത്ത് ജൂലൈ 9-ന് വിശാല നേതൃയോഗം നടക്കും. ഈ നേതൃയോഗത്തിന് ശേഷം പ്രകടനം മോശമായ ജില്ലകളിൽ പാർട്ടി പുനഃസംഘടന ഉണ്ടാകുമെന്നും സൂചനയുണ്ട്.